കർത്താവിൻ്റെ മറുരൂപം കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ ദ ട്രാൻസ്ഫിഗറേഷൻ ഓഫ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്? കർത്താവിൻ്റെ മറുരൂപത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് 3 ബുക്കിനകത്ത് സുവിശേഷത്തിൽ മത്തായിയുടെ സുവിശേഷം 17:1-9 വരെ, പിന്നെ മർക്കോസിൻ്റെ സുവിശേഷം 9:2-9 വരെ, ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 28-36 വരെ 3 സുവിശേഷത്തിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കർത്താവിൻ്റെ മറുരൂപമെന്ന് പറയുമ്പോൾ നമ്മൾക്കെല്ലാം അറിയാം, ഭാഗമൊന്നും ഞാൻ വായിക്കാം, പക്ഷേ അതിൽ വേറൊരു മർമ്മമാണ് ഞാൻ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എടുക്കുന്നത് മത്തായിയുടെ സുവിശേഷമാണ്. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെ അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. പക്ഷെ കർത്താവ് രൂപാന്തരപ്പെടുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് ദ ട്രാൻസ്ഫിഗറേഷൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു രൂപാന്തരം നമ്മുടെ ഹൃദയങ്ങൾ ഇതോടെ ഉണ്ടാകാൻ പോവാണ്. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്, നിനക്ക് സമ്മതമെങ്കിൽ ഞാനിവിടെ 3 കുടിലുണ്ടാക്കാമെന്ന് നിനക്കൊന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിന് എന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവൻ്റെ മേൽ നിഴലിച്ചിട്ട് മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്ന ഒരു ശബ്ദമുണ്ടായി. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ടു കവന്ന് വീണു. യേശു അടുത്ത് എന്ന് അവരെ തൊട്ടു. എഴുന്നേൽപ്പീൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ തലപൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ വേറെ ആരെയും കണ്ടില്ല. ഇത് 3 സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ മറുരൂപമെന്ന് പറയുന്ന രൂപാന്തരപ്പെട്ട ഒരു ശരീരത്തെ അവിടെ കാണിച്ചു കൊടുത്തു. സത്യം പറഞ്ഞാൽ കർത്താവിൻ്റെ രൂപാന്തരപ്പെട്ടെന്ന് പറയുമ്പോൾ യഥാർത്ഥ രൂപം കർത്താവിൻ്റേത് മനുഷ്യൻ നോക്കാൻ വയ്യാത്ത സൂര്യപ്രകാശം പോലെയുള്ള ദൈവമാണ്. അത് വെളിപ്പാടിനകത്ത് 1:12-18 വരെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ദൈവം മനുഷ്യരൂപമായിട്ട് വന്നപ്പോൾ തൻ്റെ മഹത്വം ഉരിഞ്ഞു വെച്ചിട്ട് സാധാരണ ഒരു മനുഷ്യനെ പോലെ വന്ന് ഭൂമിയിൽ ജീവിച്ചു. നമ്മൾ ഓർക്കേണ്ടത് നമ്മളെ സ്വർഗത്തിൽ നിന്ന് അയച്ചവരാണ്. ദൈവം നിയോഗിച്ചയച്ചിട്ടുള്ളതാണ് വിശ്വാസികളെന്നൊരു രക്ഷിത ഗണമാണ് നമ്മൾ. ഉലകസ്ഥാപനത്തിന് മുൻപേ നമ്മളെക്കുറിച്ച് ദൈവം പേരെഴുതിയവരാണ്. ഇറ്റ്സ് റിട്ടൺ ഇൻ ദ ബുക്ക് ഓഫ് ലൈഫ്. അല്ലാതെ ചുമ്മാ ഒന്നും ദൈവത്തെ ആർക്കും രക്ഷിതാവായിട്ട് സ്വീകരിക്കാനും നോക്കത്തില്ല. ആത്മാവ് കണ്ടിരിക്കുന്നവർ. ഈ നമ്മൾക്ക് ഒരു മറുരൂപമുണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ യഥാർത്ഥ രൂപമെന്ന് പറയുന്നത് കർത്താവിൻ്റെ ആ മഹത്വത്തോടെ തേജസ്സോടെ സൂര്യനെ പോലെ കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു ശരീരമാണ് നമുക്കും ഉള്ളത്. പക്ഷെ നമ്മളത് കാണുന്നില്ല. ബിക്കോസ് വി ആർ ലിവിങ് ഇൻ ദിസ് ഫോളൻ വേൾഡ്. അതുകൊണ്ട് ആ ഒരു സത്യം മനസ്സിലാക്കാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമുക്കുള്ള വില നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ദൈവപുത്രൻ ശിഷ്യന്മാരെ എന്തിനാ മറുരൂപമലയിൽ ചെന്ന് തൻ്റെ രൂപം കാണിച്ചു കൊടുത്ത്? അവൻ ആരാണ് യഥാർത്ഥത്തിൽ എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടപ്പം ശിഷ്യന്മാർക്ക് ഭയമായി. അവർ പറഞ്ഞു, എന്നാൽ പിന്നെ താഴോട്ട് പോകണ്ടല്ലോ, 3 കുടിലുണ്ടാക്കാം. കാരണം മോശ ഏലിയാവ് നേരത്തെ മരിച്ചവരാ. ഏലിയാവ് മരിച്ചിട്ടില്ല, ഏലിയാവിനെ ഇടത്തോടെ കൊണ്ട്. മോശ മരിച്ചെന്ന് പറയുന്നത് മരിച്ച എവിടെ അടയ്ക്കുകയെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ പണ്ട് കാലത്തുള്ളവർ യേശുവിനോട് കൊണ്ട് സംസാരിക്കുന്ന ഇവർ വ്യക്തമായിട്ട് കണ്ടപ്പോൾ അവർ പറയും, നമുക്കിവിടെ 3 കുടിലുണ്ടാക്കി ഇവിടെ താമസിച്ചാൽ മതി, താഴോട്ട് പോകണ്ടെന്ന്. അപ്പം ദൈവത്തിൻ്റെ യഥാർത്ഥ രൂപം കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ വിശ്വാസത്തിൻ്റെ വർധനവ് അവിടെ ഉണ്ടായി. ദൈവം ആരെ എന്ന് വചനത്തിൽ കൂടെ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കുവീൻ എന്ന് പിതാവിൻ്റെ ശബ്ദവും കേട്ടു. ഇതെല്ലാം നമ്മൾ മനുഷ്യരാണെന്ന് നമ്മൾ അറിയുന്നുണ്ട്. എന്നാൽ നമ്മളറിയുന്നില്ല നമുക്കൊരു മറുരൂപമുണ്ട്. നമുക്കൊരു തേജസ്കരിക്കപ്പെട്ട ശരീരം ദൈവം വെച്ചിട്ടുണ്ട്. അത് കണ്ടുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് നമ്മളെ ഭൂമിയിലേക്ക് മനുഷ്യരായിട്ട് വിട്ടത്. എത്ര പേരത് മനസ്സിലാക്കുന്നുണ്ട്? ആ ഒരു സത്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം വരും. കാരണം നമ്മൾ ദൈവത്തിൻ്റെ ഒരു പ്രതിച്ഛായയായിട്ട് ദൈവം ഉലകസ്ഥാപനത്തിന് മുമ്പേ സ്ഥിരീകരിച്ച് ഭൂമിയിൽ കുറച്ച് നാൾ ജീവിക്കാൻ. വി ആർ ആക്ച്വലി ഹാവിങ് എ ഹ്യൂമൻ ജേർണി ഓൺ ദിസ് എർത്ത് ഫോർ എ ഷോർട്ട് പീരിയഡ്. ബട്ട് ഈ പീരിയഡിനകത്ത് നമ്മളിത് അറിയുന്നില്ല. ഇത് കഴിയുമ്പോൾ നമ്മൾ തേജസ്കരിക്കപ്പെട്ടതായിട്ട് പോകും. അപ്പം ദ ഗ്ലോറി ഓഫ് ഗോഡ് ഈസ് മാൻ ഫുള്ളി അലൈവ്. സെയിൻറ്റ് ഐറേനിയസ് എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയതാണ്. ദ ഗ്ലോറി ഓഫ് ഗോഡ് ഈസ് മാൻ ഫുള്ളി അലൈവ്. ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് മനുഷ്യൻ പൂർണ്ണനായിട്ട് ജീവിക്കുന്നതാണ്. മനുഷ്യൻ ഫുള്ളി അലൈവ് അല്ലെങ്കിൽ പൂർണ്ണനായിട്ട് ജീവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ
ദൈവം സ്വർഗത്തിൽ നിന്ന് നമ്മളെ ഭൂമിയിലേക്ക് ജീവിക്കാൻ അയച്ചപ്പോൾ നമുക്കുണ്ടായിരുന്ന തേജസ്കരിക്കപ്പെട്ട അവസ്ഥ എന്തെന്ന് മനസ്സിലാക്കിയെടുക്കുന്നതാണ് വലിയ സത്യം. യു നോ ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. അതാണ് ദൈവമക്കളുടെ തേജസ്. അത് രാവിലെയുള്ള സൂര്യൻ നട്ടുച്ചയ്ക്ക് വരുന്ന പ്രകാശം പോലെ പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. അത് കൂടുതൽ കത്തിക്കൊണ്ടേയിരിക്കുന്ന സദൃശ്യവാക്യത്തിൽ പറഞ്ഞു. അപ്പം നമ്മളെ തന്നെ മനസ്സിലാക്കാതിരിക്കാൻ ദുഷ്ടൻ എന്തുമാത്രം നുണയാണ് കാട്ടിവെച്ചിരിക്കുന്നത്. നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഒന്നാമത് ദൈവമക്കളാണ്. ക്രിസ്തുവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ ദൈവമക്കളായി. പിന്നെ നമ്മളെ ഇങ്ങോട്ട് ഭൂമിക്ക് വിട്ടത് സ്വർഗത്തിലെ പദവി നമുക്ക് തന്നിരിക്കുന്ന, അതായത് പ്രീ ഡിസ്റ്റൈൻഡ്, നമ്മളെ നേരത്തെ തീരുമാനിച്ച് ഈ സത്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ ലോകത്തിലെ പ്രയാസമൊന്നും വലിയ പ്രയാസമല്ല. നമ്മൾ കർത്താവിൻ്റെ കൂടെ ഇരുന്നിട്ട് അവനിൽ സന്തോഷിക്കാൻ ഈ ലോകത്തിൽ വെച്ച് ചെയ്താലൊത്തെങ്കിൽ വലിയ വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് അവർ ഹാർട്ട് ഈസ് ഗുഡ്, ദ ഹാർട്ട് മാറ്റേഴ്സ് ടു ഗോഡ്. എൻ്റെ ഹൃദയം ശുദ്ധമുള്ളതാണ്. കാരണം ഈ ട്രാൻസ്ഫിഗേർഡ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ അതേ പ്രതിച്ഛായ ഒരു ചെറിയ വിളക്കാണ് നമ്മൾ. അത് മനസ്സിലാകുന്നുണ്ടോ? ഇതാ പറയുന്നുണ്ട്, നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിലും വസിക്കുമ്പോൾ. അതാണ് കർത്താവ് ഈ യോഹന്നാൻ്റെ 15 പറയുന്നുണ്ട്. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും, ഞാൻ മുന്തിരി നിങ്ങൾ വള്ളികൾ, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കണം. അപ്പോൾ നിങ്ങൾ ധാരാളം ഫലം കായ്ക്കും. ഇതിൻ്റെ എല്ലാം തോട്ടക്കാരൻ, ഉടമസ്ഥൻ പിതാവാം ദൈവം. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. അപ്പോൾ കർത്താവിൽ വസിക്കുന്ന വ്യക്തികൾ സൂര്യപ്രകാശം പോലെ നിൽക്കണമെങ്കിൽ എന്ന് അവനോട് ഒട്ടിയിരിക്കണം. ഒരച്ചൊരച്ചൊരച്ച് ആ വചനം, അവൻ്റെ അയൺ ഷാർപ്പൻസ് അയൺ എന്ന് പറയുന്നത് പോലെ, ഇരുമ്പിനെ മൂർച്ചയാക്കുന്നത് പോലെ ദൈവവചനം കൊണ്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ടും ദൈവത്തിൻ്റെ സ്തുതിപ്പും കൊണ്ടും നമ്മളെ നിറയ്ക്കുകയാണെങ്കിൽ അവൻ്റെ പ്രതിച്ഛായയായിട്ട് നമ്മൾ മാറും. പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ ഈ നമ്മളിലുള്ള ജഡം ഒരിക്കലും ഇത് സമ്മതിക്കത്തില്ല. പിന്നെ പിശാചിന് ഒരിക്കലും നമ്മൾ ദൈവത്തിൻ്റെ രൂപമാണെന്ന് പറയാൻ ഇഷ്ടമല്ല. അതുകൊണ്ടാണല്ലോ ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സ്വരൂപത്തിനും സൃഷ്ടിച്ച് കണ്ടിട്ട് പിശാചിന് കുശുമ്പ് തോന്നി. അതുകൊണ്ടാണ് പിശാച് രണ്ടും കൽപ്പിച്ച് ഈ മനുഷ്യൻ, ദൈവം സ്നേഹിക്കുന്ന മനുഷ്യനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ആദത്തിൻ്റെ കയ്യിൽ നിന്ന് എല്ലാ കള്ളവും പറഞ്ഞ് അവനെ ആദത്തിൻ്റെ കയ്യിൽ നിന്ന് ഭൂമി മുഴുവനും വാങ്ങിച്ചെടുക്കുക ചെയ്ത്. കാരണം ദൈവം മനുഷ്യനെയാണ് ആ ഭൂമി ഏൽപ്പിച്ചത്. നമ്മുടെ കയ്യിൽ നിന്ന് അവനത് ദുഷ്ടത പറഞ്ഞ് അല്ലെങ്കിൽ കളിപ്പിച്ചെടുക്കുക ചെയ്ത്. അത് തിരിച്ചെടുക്കാൻ വേണ്ടി യേശു ക്രിസ്തു കടന്നു വന്നു. കർത്താവിൻ്റെ ക്രൂശ് മരണത്താൽ പാപത്തെയും മരണത്തെയും അവൻ ജയിച്ചിട്ട് ഇന്ന് കർത്താവ് പിതാവിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു. ആ സ്ഥലത്തിരുത്തുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കർത്താവിൽ ഉറച്ചു നിൽക്കുക. ആ ട്രാൻസ്ഫിഗേർഡ് ബോഡി, ആ പ്രാണപ്രിയൻ്റെ ആ അടുപ്പം വരുമ്പോൾ നമുക്ക് ദൈവം തമ്പുരാൻ നമ്മളിൽ സന്തോഷിക്കും, നമുക്ക് മനസ്സിലാക്കും. അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഭാര്യ ഭർത്താക്കന്മാർ വിവാഹം കഴിക്കുമ്പോൾ ഏതൊരു കല്യാണത്തിന് എന്നാലും അവർ ആ ചെറുക്കനും പെണ്ണും കൂടെ എന്തോ ഒരു ഫേസിൽ ഒരു സിമിലാരിറ്റി നമുക്ക് തോന്നിക്കും. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ വഴക്കും വയ്യാലും എല്ലാം കഴിഞ്ഞ് പിന്നെ പ്രായം ചെല്ലുമ്പോൾ 50 അല്ല 60-70 വയസ്സാകുമ്പോഴത്തേക്ക് രണ്ടുപേരുടെ മുഖം ഒരുപോലെയാകും. 60-90 ആകുമ്പോഴത്തേക്ക് രണ്ടുപേരും ഏകദേശം ഒന്നേപോലെ. എന്താ? ബിക്കോസ് വി ആർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിയൻ കൊണ്ട് വി ബിക്കം സെയിം ക്യാരക്ടർ, സെയിം ആ ഫീച്ചേഴ്സ് പോലും ഒരുപോലെയാകും. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവുമായിട്ട് അടുത്തിരിക്കുന്ന നമ്മൾ, അവൻ്റെ ട്രാൻസ്ഫിഗേർഡ് ബോഡി കണ്ട നമ്മൾ, അവൻ ആരെന്ന് ക്രൂശുമരണം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ അറിഞ്ഞ് ജീവിക്കുന്ന നമുക്ക് അവൻ്റെ കൂട്ടുപ്രകാശമായിട്ട് ജീവിക്കാൻ ഈ ഭൂമിയിൽ സാധിക്കും. ഇത് അബ്സല്യൂട്ട് ട്രൂത്തുകളാണ്. ഇത് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഓരോരുത്തർ ഈ ജീവിത ഭാരങ്ങളിൽ കൂടെ പോയിട്ടുള്ളവരോട് ചോദിക്കാൻ പറയും, അന്ന് കഷ്ടത്തിൻ്റെ നടുക്ക് ഞാൻ യഥാർത്ഥത്തിൽ യേശുവിനെ കണ്ടു. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല എന്ന് പറയുന്നത് എപ്പോഴാണോ ദൈവത്തെ നേരിട്ട് കളിയും. വെൻ യു നോ ദ ട്രൂത്ത് only can set you free. നല്ല മനസ്സാക്ഷിയുള്ളവരായിരിക്കണം. എല്ലാം പുതുതാക്കി ഒരു പുതിയ ഹൃദയം തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ മുമ്പ്. നമ്മളൊരു പരാതി പറയുന്നവരാകരുത്, നിഷ്കളങ്കനായിരിക്കണം. അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് അബ്രഹാം നിഷ്കളങ്കനായിരുന്നു. ഉൽപ്പത്തി 17:2 പറയുന്നു. തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവം നമ്മുടേത്. നമ്മൾക്ക് ദൈവം തൻ്റെ
തൻ്റെ ശരീരവും തൻ്റെ രക്തവും നമുക്ക് തന്നിരിക്കുക. അതാണല്ലോ നമ്മൾ കുർബാന അനുഭവിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 53 തൊട്ട് 56 വരെ തന്നെ പറയുന്നത്, ഇതെൻ്റെ ശരീരവും എൻ്റെ രക്തവും, ഇത് ഭക്ഷിക്കുന്നവനിൽ ജീവനുണ്ട്, ഇത് ഭക്ഷിക്കാതെ. അത് തന്നെ പിന്നെ 1 കൊരിന്ത്യർ 11:23 തൊട്ട് പറയുന്നുണ്ട്, ഈ കർത്താവിൻ്റെ തിരുശരീരം, കർത്താവ് അപ്പം എടുത്ത് ഇതെൻ്റെ ശരീരമാണെന്ന് അത് ബ്രേക്ക് ചെയ്യുന്നു, അന്നേരം ഇത് ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുമെന്ന് അവിടെ പറയുന്നു. പിന്നെ കർത്താവ് വീഞ്ഞെടുത്തേച്ച് പറഞ്ഞു, ഇത് രക്തമാകുന്നു, ഇതും എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവേൻ. ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ കർത്താവിനെ വഹിക്കുന്നവരല്ലേ? അല്ലേ? ആർ വി നോട്ട് representing the glory of the living God? ആർ വി? സത്യത്തിൽ ഇത്രയും സത്യങ്ങൾ അറിയാവുന്ന കുറച്ചൊരു ഫ്രണ്ട്സ് ഒന്നിച്ച് നിൽക്കാമെങ്കിൽ, ദൈവാത്മാവിൻ്റെ ശക്തി നമുക്ക് ഒന്നിച്ച് നിൽക്കാമെങ്കിൽ വൻ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. നമ്മൾ ലോകപ്രകാരമായിട്ട് അല്പവിശ്വാസത്തിൽ ജീവിക്കുന്നതിനാൽ, നമ്മുടെ ക്രിസ്തീയ സാക്ഷ്യം ചെറുതാകുന്നതിനാൽ അനേകർക്ക് ഈ വെളിച്ചത്തിലേക്ക് വരാൻ സാധിക്കുന്നില്ല. നമുക്കതിന് ക്ഷമ ചോദിക്കാം. കർത്താവിൻ്റെ ട്രാൻസ്ഫിഗേർഡ് ബോഡി കാണിക്കാൻ ദൈവത്തിന് മനസ്സിലുള്ളതുപോലെ കർത്താവ് നമ്മളിൽ വസിക്കുന്നുവെന്ന് നമുക്ക് ബോധം വരുമ്പം നമുക്കും അതേ രൂപം വരും. അങ്ങനെ ആയി മാറട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാഥ, നിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പാപത്തിന് അടിമയാകുമ്പോൾ ഇരുട്ടിലായി മാറുന്നു. അതല്ല എങ്കിൽ വിശ്വാസികളാകുന്ന നമ്മളെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പ്രകാശമുള്ളവർ, നക്ഷത്രങ്ങളുടെ രൂപത്തിൽ ജീവിക്കേണ്ട ഞങ്ങൾ കർത്താവേ പലപ്പോഴും സത്യമറിയാതെ ചെളിയിൽ കിടക്കുകയാണ്. നിന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തിയപ്പോൾ പത്രോസും യോഹന്നാനും പറഞ്ഞു, ഇവിടെ 3 ടെൻ്റ് ഉണ്ടാക്കി ഇവിടെ അങ്ങ് വസിക്കാമെന്ന്. പിന്നെ അവർക്ക് താഴോട്ട് പോകണമെന്നേ ആഗ്രഹമില്ലായിരുന്നു. എന്നിട്ട് പിതാവാം ദൈവം പറഞ്ഞ പുത്രൻ്റെ ശബ്ദം കേട്ട് അനുസരിക്കാൻ, അങ്ങനെയൊക്കെയുള്ളൊരു ബന്ധം അവർക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് പല പ്രശ്നങ്ങളുണ്ടായെങ്കിലും അവരെല്ലാം കർത്താവിൻ്റെ സുവിശേഷകന്മാരായിട്ട് നാനാ ദേശത്ത് പോയി അനേകർക്ക് വെളിച്ചം കൊടുക്കുവാൻ നീ അവരെ അപ്പോസ്തലന്മാരാക്കി വിടുകയായി ചെയ്തത്. അതുപോലെ തന്നെ ഇന്ന് പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നമ്മൾ, കൃപായുഗത്തിൽ ജീവിക്കുന്ന നമ്മൾ കർത്താവിൻ്റെ നിയോഗിക്കപ്പെട്ട മക്കളാണെന്ന് മനസ്സിലാക്കിയിട്ട് അപ്പച്ചൻ്റെ കൂട്ട് തന്നെ ഒരു മറുരൂപ അനുഭവം ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ ആരെന്ന് മനസ്സിലാക്കി ദ റിഫ്ലക്ഷൻ ഓഫ് യുവർ ഗ്ലോറി, നിൻ്റെ മഹത്വം ഞങ്ങളിൽ കൂടെ കാണിച്ചു കൊടുക്കാൻ ഞങ്ങളെ എടുത്തുപയോഗിക്കണമേ. താവേ, പരിശുദ്ധാത്മാവ് പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന്. പരിശുദ്ധാത്മാവ് ജീവനാണ്, വെളിച്ചമാണ്, പ്രകാശമാണ്. ആ പ്രകാശത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിച്ചാട്ട്. അങ്ങനെയുള്ള പ്രകാശം മാറിപ്പോകാത്തതാകിയാൽ ഇരുട്ടിനെ വെറുത്തുകൊണ്ട് ഇരുട്ടിൽ വലിയ വെളിച്ചമായിട്ട് നിൽപ്പാൻ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും ഉപയോഗിക്കണമേ. കുടുംബമായിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരട്ടെ. നാഥ, നിൻ്റെ പ്രമോദം ഞങ്ങളുടെ കൂടെ ആകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ മറുരൂപം, നിൻ്റെ യഥാർത്ഥ രൂപമെന്തെന്ന് കാണിച്ചതുപോലെ ഞങ്ങളെ ഇടയ്ക്കെങ്കിലും ഞങ്ങളുടെ യഥാർത്ഥ രൂപം മനസ്സിലാക്കിച്ച് തന്ന് അതിൽ കൂടെ ജീവിപ്പാൻ, ക്രിസ്തുവിൽ ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നാഥൻ, പ്രാർത്ഥന കേട്ട് ഉത്തരം തരുന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.